അപ്പം ഗൈസ്, ഈ ഗുഹാക്ഷേത്രത്തിനെ പറ്റി മാമന് അതിൻ്റെ ഈ ക്ഷേത്രത്തിനെ വിശദീകരിച്ച് ഈ വീടിനകത്തോട് പറയുന്നത്. അപ്പോൾ നമുക്ക് മാമനോട് ചോദിച്ചു നോക്കാം. അപ്പം മാമന് ഈ ഗുഹാക്ഷേത്രത്തിനെ പറ്റി എന്ന് പറയാനുള്ളത് വെച്ചാൽ ഈ വീടിനകത്ത് പറഞ്ഞു. നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറയാം, യോഗീശ്വരൻ്റെ ഒരു സ്ഥാനമാണിത്. യോഗീശ്വരൻ എന്ന് പറയുന്നത് ഒരു സർവശക്തനായ ഒരു പണ്ടേ ഉള്ളൊരു മഹർഷി വര്യൻ എന്നാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ആ മഹർഷി വര്യൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ ഭൂമി തന്നെ ഒരു മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു കുറേ കൊല്ലങ്ങൾ. പിന്നെ ഇതിന് പുറമെ ഒരു പറമ്പുണ്ട് താഴെ, കാവുള്ള പറമ്പ് എന്നാണ്. അപ്പോൾ അവിടെയുള്ള തറവാട്ടുകാർ, ആലക്കാട്ട്, ബാവുക്ക, അങ്ങനെയുള്ള കുറച്ച് 2-3 തറവാട്ടുകാരുണ്ട്. അവർ ആ ഒരു പറമ്പിൽ വെച്ച് 2016 ഒരു സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തി. അപ്പോൾ ആ സ്വർണ്ണപ്രശ്ന ചിന്തയുടെ അവസാന ഘട്ടം അവിടെ നടത്തിയ ചിന്തയിൽ കണ്ടത് ഇതിൻ്റെ ആ ഒരു പറമ്പിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് ഒരു ഗുരുസ്ഥാനം, ശക്തനായ ഒരു ഗുരു മഹർഷി വര്യൻ്റെ ഒരു സ്ഥാനം ഉണ്ടെന്നും അവിടെ പോയി ദീപം കൊളുത്തി ആരാധന നടത്തിയാൽ ഈ ഭാഗത്തൊക്കെ ഉള്ള ജനങ്ങൾക്ക് ഐശ്വര്യം കിട്ടുമെന്നൊക്കെ ഉള്ള ആ ഒരു ചിന്തയിൽ ജനങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ അവിടുന്ന് ദീപം കത്തിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് അതിന് മുന്നോടിയായിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു, വൃത്തിയാക്കിയപ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി ഇത്രയും ഭംഗിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഒരു ഒറ്റക്കല്ല് തൂണുണ്ട്. കിഴക്ക് ഭാഗം, അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിപ്പിടം പോലെ. അതിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വേറൊരു ചെറിയൊരു ഇരിപ്പിടം പോലെയുണ്ട്. പിന്നെ ആ ഒരു ഒറ്റക്കല്ല് തൂണിൻ്റെ മുകൾ ഭാഗത്ത് നാഗപടം ഉണ്ടല്ലോ, അതങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുൻഭാഗത്തുള്ള ഈ കൊത്തുപണികളൊക്കെ അത് അന്നേയുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെയാണോ അതേപോലെ തന്നെ ഞങ്ങൾ പരിപാലിച്ച് ഇന്നും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്ഥാനത്ത് വെച്ച് നമ്മളൊരു എന്താ പറയുക താമ്പൂല ചിന്ത നടത്തി. അപ്പോൾ ആ ചിന്തയിൽ കണ്ടത് ഇവിടെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഒരു മഹർഷി വര്യൻ എത്തിപ്പെട്ടു. നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. അത് വൈദ്യത്തിലായിക്കോട്ടെ, വേദത്തിലായിക്കോട്ടെ, ഇതിലൊക്കെ നല്ല അറിവുള്ള ഒരു വ്യക്തി ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ എന്താ പറയുക താമസം തുടങ്ങി. അങ്ങനെ താമസം തുടങ്ങിയപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ വേദം പഠിക്കാനും അതുപോലെ വൈദ്യം, ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഈ മരുന്ന് കൂട്ടുകൾ അരക്കുന്ന ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറം മുകൾ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ഈ മരുന്ന് കൂട്ടുകൾ അരച്ചുണ്ടാക്കുന്ന ചെറിയ കുഴികൾ. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമാകുന്നത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന ശുശ്രൂഷ, വൈദ്യ ശുശ്രൂഷയൊക്കെ ഇവിടെ വെച്ചിട്ട് ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ അതിന് ശേഷം ഒരുപാട് കാലം അതിങ്ങനെ തുടർന്ന് വന്നു. പിന്നെ ഇതിൽ ഇവിടെ എന്താ പറയുക ലയിക്കുക ചെയ്തെന്നാണ് സങ്കല്പം പറഞ്ഞത് ആ ചിന്തയിൽ. അപ്പോൾ ആ ഒരു മഹർഷി വര്യനെ ഇവിടെ ഇപ്പോൾ അതിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഇപ്പോൾ രോഗശാന്തിക്കെല്ലാം ആ പ്രാർത്ഥനക്കെല്ലാം നല്ല ഫലം ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം ഈ വൈദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചൈതന്യം ഇവിടെ ഉള്ളത് കൊണ്ട് ആ പ്രാർത്ഥനയിലൂടെ നമുക്കത് കിട്ടുന്നുണ്ട്. അനുഭവം ഒരുപാടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ പ്രധാനം എന്ന് പറയുന്നത് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഒരു ശാന്തതയാണ്. ഗുരു ഇവിടെ വന്ന് ഒരു യോഗീശ്വര വര്യൻ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആ ഒരു ശാന്തതയുണ്ടല്ലോ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റുള്ള അലങ്കാരങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ ഒന്നും ഇവിടെ പാടില്ല. കൃത്യമായിട്ട് പറയാം, പ്രകൃതിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആൾക്കാരെ ആകർഷിക്കുക, പിന്നെ കൊട്ടിഘോഷിക്കുക, അതൊന്നും ഇവിടെ പാടില്ല. എത്രമാത്രം ദീപം നമുക്ക് ഇവിടെ കൊളുത്താൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ്. പിന്നെ ഇവിടെ പുഷ്പ മാത്രമേ ഉള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തങ്കേച്ചിക്കറിയാം. പുഷ്പങ്ങൾ ഇവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രഭയോടുകൂടി ആ കത്തുന്ന ദീപവും പിന്നെ അതുപോലെ തന്നെ ആ പുഷ്പങ്ങൾക്കൊന്നും ഒരു കേടുപാടും പിറ്റേന്ന് ഒന്നും ഉണ്ടാവില്ല.
അതെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പർശനവും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യമൊക്കെ വരുന്നത് കൊണ്ടാണ് ആ പുഷ്പങ്ങൾ പോലും അതുപോലെ പിറ്റേന്ന് എത്ര ഉഷ്ണകാലമായാലും ശരി അതിനൊന്നും ഒരു കേടുപാടും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ആഹരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അങ്ങനെയും പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് നവമി. പിന്നെ നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് നവമി. അപ്പോൾ ആ പ്രാധാന്യം അതിന് കൊടുക്കുന്നത് കൊണ്ട് ഈ വിദ്യാരംഭത്തിന്. അപ്പം കഴിഞ്ഞ വിദ്യാരംഭത്തിനൊക്കെ 350 400ഓളം അല്ലേ, അത്രയും ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. നല്ല ഒരു വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ആരെടുക്കണോ അങ്ങനെ ഇങ്ങനെ സംഭാവന ഒന്നുമായിട്ട് കൂടുതലൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ നിത്യ ചെലവിനുള്ള എല്ലാ കാര്യവും എങ്ങനെയല്ലോ ഇവിടെ വരുന്നുണ്ട്, കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഒരു മറ്റുള്ള എന്താ പറയുക നോട്ടീസ് അടിച്ച് അങ്ങേയറ്റം പ്രചരണം ഒന്നുമില്ല. അപ്പോൾ എന്തോ ഒരു ഭഗവാന്റെ ആ ഒരു കാരുണ്യത്താൽ ഇവിടെ എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പ്രതിഷ്ഠാ ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാർഷികം ഉണ്ടല്ലോ. അപ്പോൾ 2016 നമ്മളിവിടെ വിളക്ക്, അത് 2016 തുലാമാസം 11-ാം തീയതിയാണ് ഇവിടെ വിളക്ക് വെച്ച് ആരാധന തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും തുലാമാസത്തിൽ 11-ാം തീയതി പ്രതിഷ്ഠാ ദിനം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് ഒരു വിശിഷ്ട അതിഥിയെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. അതിനോടനുബന്ധിച്ച് അവരുടെ പ്രഭാഷണം, നല്ല ആത്മീയതയും പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ അത് ഇവിടെ വെച്ച് തന്നെ ചുറ്റിലും ആൾക്കാർ നിൽക്കും, കാണികളും എല്ലാം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സായിരിക്കും. അപ്പം ഭഗവാന്റെ മുമ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ അവരുടെ അരങ്ങേറ്റം കുറിക്കുന്നവരെയുണ്ട് ഇവിടെ, അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കും വേദി നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇവിടെ വന്നിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സമ്മാനവും ഭക്ഷണവും എല്ലാം കമ്മിറ്റി ഏർപ്പാടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് തീർത്ഥയാത്രകൾ ഇവിടുന്ന് നമ്മളെ ഒരുപാട് മാസങ്ങളായി അത് തുടർന്ന് വരുന്നുണ്ട്. നാലമ്പല യാത്ര മുതൽ മറ്റുള്ള പലതരത്തിലുള്ള തീർത്ഥയാത്രകൾ നമ്മുടെ കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല സഹകരണമാണ് നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നല്ല സഹകരണമാണ്. അത്രമാത്രം പറയാം.